ഇറങ്ങോ? ആരാ അലംവാക്കർ? ആരാ ഈ മച്ചരി വണ്ണി ഓർത്ത് നീയാന്ന് അലംവാക്കർ? നിന്റെ പേരെന്താ? എന്റെ പേര് ഷമീർ. സർബത്ത് ഞാൻ വേണമെങ്കിൽ അടിച്ചു തരാം കുലുക്കിയിട്ട്. ആ കുറ്റിക്കാട്ടിലേക്ക് വന്നാൽ മതി. എന്റെ പേര ഞാൻ സ്വന്തമായിട്ട് കുടിക്കാറില്ല, ഞാൻ കൊടുക്കല. ഞാൻ അടിച്ചിട്ട് കുനിഞ്ഞു കൊടുക്കൂ. കുഞ്ഞിന് കൊടുക്കലല്ല, ഞാൻ അടിച്ചിട്ട് തരും വായില്. വേണമെങ്കിൽ പാലത്തിന്റെ അടിയിൽ നീ പോക്കുണ്ടാവും. ഞാൻ കൊടുക്കലൊന്നുമില്ല. ഞാൻ ഉസ്മാനും മാത്രമേ ഉസ്മാനും മാത്രമേ ഞാൻ കൊടുക്കലുള്ളൂ. മറ്റവന്റെ പേരെന്താ? അപ്പുറത്തെ റോഡിന്റെ അപ്പുറത്തേക്ക് ഡിക്കിന്റെ അണ്ടി അല്ല അന്റെ പെണ്ണിനെ അടിച്ചിട്ട് കള്ള നായിന്റെ മോനെ മോനെ നീ എന്തായിരുന്നു ഇന്നലെ പരിപാടിയല്ലോ? ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇന്നലെ ആരെല്ലാം ഉണ്ടായത് കൂടാ? എവിടെ കൂടെയോ? മീൻസ് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിച്ചാ? തമ്പിയാ? ആര്? നീയല്ല എന്തെങ്കിലും വണ്ടി കയറിയത്? താര വണ്ടി ഓടിക്കും. ഗുമ്പിയൊന്നൊക്കെ ആവശ്യമില്ല. വീട്ടിന്ന് ചേച്ചിനെ ഒറ്റക്ക് ഇട്ടോണ്ട് പോവല്ലേന്ന് പറഞ്ഞേക്കുന്നേ. നീ അനിയനാ? ഞാൻ സൈഫറല്ല, നിനക്കറിയാം. നിന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഇവനൊന്നും സൂചിപ്പിച്ചു വെച്ചേക്കാം. ഇവനൊന്നും സൂചിപ്പിച്ചു വെച്ചേക്കാം. അല്ലല്ല പൈസ ആവശ്യമായോട് പറഞ്ഞാൽ 5000 കോടി ഉണ്ട്. ഒരു മിനിറ്റ് അല്ലമ്പക്കല്ല. ഞാനും ഷമീറും ബ്ലേക്കും സൈഫറും ഉണ്ട് ഇവിടെ. താര ഷമീറിനെ തോളി കയറ്റി, മനസ്സിലായില്ലേ? ഇതാരാ സംസാരിക്കുന്നത്? ഇത് എത്ര ആളാ നമ്മളെ സൈഫറെ വെയിറ്റ്. എടാ ഞങ്ങൾ ഇത് എത്ര ആളാ നമ്മളെ ഇന്ന് പ്രപ്പോസ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? ഇന്ന് പ്രപ്പോസ് ചെയ്താലോ? ഇവനൊന്നും വേണ്ട. ഇവനെല്ലാം പെണ്ണുപിടിയനും കായപ്പനും ഈ ബാക്കിനൊന്നും കൂട്ടി പോകല്ല. പൊന്നു മോളെ നായിന്റെ മോനെ മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ, നിന്നെ അടിച്ച് ഞാൻ കണ്ടെടുത്ത് പോയിട്ട് അവൻ ഇവനെ തട്ടിക്കൊണ്ട് പോയി കൊന്നോണ്ടിരിക്കുന്നു. നമുക്ക് രണ്ടാക്കും പോയി. നിങ്ങൾ എങ്ങോട്ടേലും പോ. താര സൈലൻസ് പറഞ്ഞു. എല്ലാവരും കണ്ടു നീ മുതുക്കെന്തിനാ പോയേ? മുതുക്കില് ആരാ ഇത് ചോദിക്കുന്നത്? ഉസ്മാന മുതുക്കില് മൂഞ്ചാൻ പോയി. എന്താണെന്ന് അറിയും. ഞാൻ കണ്ട പെണ്ണ് കിട്ടി, ഞാൻ പോയത്. നീ എന്തൊക്കെ ആക്ക്? റേഡിയോ കേറിട്ട് സംസാരിക്കും, എന്നാലേ കേക്കുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ക് നീ നിന്നെ കേൾക്കണമെന്നോ നീ എന്നെ കേൾക്കണമെന്നോ അങ്കില്ല. അങ്ക് എന്റെ താരനെ കിട്ടി, നമ്മളതിന് പോയെന്ന്. ഓക്കെ, ഡോൺ ടോക്സിക്. ഞാൻ എന്ത് ടോക്സിക് കഴിഞ്ഞു? ഓക്കെ നമുക്ക് പോവാം. മലന്റെ മുകളിൽ പ്രപ്പോസ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് കൊണ്ടുപോകില്ല. അവിടെ ഗാംഗേഴ്സ് ഉണ്ട്. വേണ്ട. അവിടെ വേണ്ട. എന്തൊരു വോയിസ് അല്ലേ? എന്തൊരു സ്വീറ്റ് വോയിസ് ആണ്. ഇറങ്ങി നടക്കട്ടെ. ഇറങ്ങി നടന്നോ. താര ഒരു മിനിറ്റ് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. താര ഇല്ല ഞാൻ എല്ലാരും ഇതാരാ? സാമി നിങ്ങളെന്താ ഇടാ?
ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വിട്ടതല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അപ്പൊ നടക്കുന്ന അദൃശ്യനായി കാണാൻ വന്നത്, പക്ഷെ എന്നെ അവൻ കണ്ടുപിടിച്ചു. നടക്കുന്ന കുളിസിയും പിടിക്കാൻ വേണ്ടി നിങ്ങൾ വന്നതാണോ? എടേ, ഒളിഞ്ഞു കുളിസീൻ നോക്കാൻ പിടിക്കാൻ വേണ്ടി എന്റെ വന്നൊരു പേര് ഷമീർ എന്നല്ല. അല്ല എന്റെ പേര് ഷമീർ എന്നല്ല കുളിസീൻ പിടിക്കാനായിട്ട്. എന്റെ പേര് കുക്കുടാനന്ദ എന്നാണ്. കുക്കുട മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ ഈ കുക്കുസ്വാമി എന്നുള്ള പേര് വിട്ടിട്ട് നിങ്ങൾ ഈ ഒളിഞ്ഞു നോട്ടം പിടിക്കാൻ സീൻ പിടിക്കാൻ വേണ്ടി വരരുത്. ഒരുമാതിരി ചെറ്റത്തരാണ് നിങ്ങൾ. ഒന്നുമില്ലെങ്കിൽ ഒരു സന്യാസിയല്ല, അതിന്റെ ഒരു ഡിഗ്നിറ്റി കാണിച്ചോടെ. ഓ അങ്ങനെ. ആ പിന്നെ സ്വാമിയൊന്ന് ഷമീർ ഒന്ന് അങ്ങോട്ട് ഒരു കാണാത്ത രഹസ്യം പറയട്ടെ. ഒന്നുമില്ല. ഞാൻ ഉറച്ചായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അത് ഷമീറിനെ ക്ഷീണായി പോ. ആ വരാം. എടേ, അറ്റ്ലീസ്റ്റ് എന്റെ പേരിലെങ്കിലും കുക്കുടാൻ കോഴിയുന്നുണ്ട്. നീ ഷമീറെന്ന് പേരിട്ടിട്ട് കാണിക്കണ മൊത്തം കാട്ടു കോഴിത്തനാണല്ലോ ഷമീറെ. ആര്? ഞാൻ കോഴിത്തരം നമുക്കില്ല, നമുക്ക് കോഴിത്തരം കുറവാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക്. ഉറപ്പാണോ? ഉറപ്പാണോ? നീ എന്തിനാ എന്നെ കാണാൻ വന്നേ? നീ എന്തിനാ എന്നെ കാണാൻ വന്നേ? കാണാൻ വന്ന കാര്യം നടന്നു. അതിന് നിങ്ങളെ ആവശ്യമില്ല. ഒരു മിനിറ്റ്, ഒറ്റ minute. ഉറപ്പാണോ? ഓക്കെ, റെഡി. ഹലോ. ആ, ഇനി നിങ്ങളെ ആവശ്യമില്ല. ആ ഇല്ല, ഞാൻ ഇടുന്നുണ്ട്. എടേ, ഒരു കാര്യം നടത്താൻ അറിയാമെങ്കിൽ അത് കുലയ്ക്കാനും എനിക്കറിയാം. അല്ല, ഞാന് ഒന്നും ചെയ്യുന്നില്ല സ്വാമി. ഞാൻ നല്ല ഇതിൽ തന്നെ നിൽക്കാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വന്നതാണ്. പോകുന്ന കാര്യം ക്ലിയർ ആയിട്ട് നടക്കട്ടെ. അപ്പൊ നിനക്ക് അനുഗ്രഹം വേണ്ട. നിങ്ങൾ അനുഗ്രഹവും മേടിച്ചോണ്ട് നിന്നാൽ എന്റെ പെണ്ണിപ്പം പോകും. ആകെ 15 മിനിറ്റ് ഞാൻ നോക്കട്ടെ. നിങ്ങൾ കുക്കുസ്വാമി ആണോ അല്ലെ കുക്കു മാമയാണോ? ഉറപ്പാണല്ലോ. എന്റെ അടുത്ത് ആ ഷേക്ക് വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് അവന്റെ കൂട്ടുകാരനെ സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞോണ്ടാണ് ഞാൻ ആ വന്നത്. ഓക്കെ, എന്നാ നിങ്ങൾ സെറ്റാക്ക്. വാ. അല്ല, ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പറ്റോ സ്വാമി? ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്യ്. നീ എന്റെ കൂടെ നില്ല. വാ. ആ ഓക്കെ. എടാ ഉസ്മാനും കള്ള നായ്ക്കളല്ലെന്ത് ഇടാ. എടാ ഉസ്മാനെ, ഇതിൽ ഏതെങ്കിലും ഒരുത്തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി നീ കുണ്ടല കുറ്റിക്കാട്ടിലെങ്ങാനും പോയാ. സുഖമാണോ? നീ എന്റെ അടുത്ത് മിണ്ട. എനിക്ക് പെണ്ണ് കിട്ടിയപ്പോ നീ പോയില്ല. ഞാൻ ഇപ്പൊ കടക്കെടുത്ത് പത്ത് പോലെ ഇപ്പൊ കേറി വന്നു. എന്റെ പേര് അലമ്പാക്കല് ഉസ്മാനെ, പ്ലീസ്. നമുക്ക് ഞാൻ ജീവിതകാലം മൊത്തം ഞാൻ നിന്റെ പരം തന്നെ സ്പെൻഡ് ചെയ്യല് ഉസ്മാനെ. അങ്ക് പെണ്ണിനെ കിട്ടി, ഒന്ന് മാറിത്താ. നമസ്കാരം സ്വാമി. ഹലോ സ്വാമി. ഉസ്മാനെ ഒന്ന് ബായി കൂട്ടിട്ട് അപ്പുറത്തൊന്ന് പോയാട്ടാ മോനെ. കൈ പൊക്കി ഇതാ ഈ കൊരങ്ങനെയും കൂട്ടിട്ട് പോയിട്ട് കുണ്ടന അടിച്ചോ. ചുള്ളിക്കമ്പ ഇങ്ങോട്ട് വന്നേ ചുള്ളിക്കമ്പ. ചുള്ളിക്കമ്പ് സ്വാമിനെയാന്നോ നീ വിളിച്ചോ? കുക്കു സ്വാമിനെയാ നീ വിളിച്ചത്? ഓസ്മാനെ, സ്വാമി കുറച്ച് മാജിക് ഒക്കെ അവനെ കാണിച്ചു കൊടുത്തേ. മാജിക് സ്വാമി അതെല്ലാം കഴിഞ്ഞ് ഇനി ഓർക്കിച്ച് സ്പേസ് കൊടുക്ക്. നീ ആദ്യം പോ. ചുള്ളിക്കമ്പ ഇങ്ങോട്ട് വാ. അതാ അതിനെ കൂട്ടിട്ട് പോ. ആ നിലന്തര പോലത്തെ അതിനെ കൂട്ടിട്ട് കൊണ്ടുപോ. എന്താവും ടീഷർട്ടിലെ ഇതിന് ഈഗോ ഇഷ്ടാ. കള്ളപ്പന്നി അങ്ങോട്ട് പോടാന്നാറി നിന്റെ ഈഗോവും കൊണ്ട്. ആ ഓക്കെ, നമുക്ക് പ്രൈവറ്റായി സംസാരിക്കാം. ഞാന് എന്നെ കാണാൻ എന്റെ അടുത്ത് ജാതകം നോക്കിക്കാനായിട്ട് ഷേഖും ഷമീറും കൂടെ വന്നായിരുന്നു. അപ്പൊ ജാതകം നോക്കിയപ്പം കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഷമീറിനെ കാണാൻ വന്നപ്പോഴാണ് താരേനെ കണ്ടത്. അതെ. അപ്പൊ എന്റെ പേര് സർവശ്രീ കുക്കുടാനന്ദ മഹാരാജ്. കുക്കൂന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ചില പേരിൽ കുക്കൂന്ന വിളിക്കില്ല. ആദ്യം ഭയങ്കര ഇതായിരുന്നു, ഇപ്പൊ ഞാൻ കുക്കൂന്ന വിളിക്കല്. ആദ്യം ഭയങ്കര സീരിയസ് ആളായിരുന്നു, ഇപ്പൊ ഞാൻ കുക്കൂന്ന വിളിക്കല് മൂപ്പറ. അതെ കാര്യം നമ്മള് അപ്പോ ജാതകം നോക്കിയപ്പോ ഷമീറിന് ഒരു ഗജരാജ യോഗം ഞാൻ കാണുന്നുണ്ട്.